മീൻകാരൻ അഴിമതിന് എഴുതിച്ചിട്ടുണ്ടോ? കച്ചവടക്കാരന് പെട്ടെന്ന് ഓട്ടോറിക്ഷ വന്നപ്പോ അവിടുന്ന് വാങ്ങിക്കൊടുത്ത 50 റുപ്യ, അയൽപ്പക്കത്തെ പെണ്ണിനോട് വാങ്ങിയ 150 റുപ്യ, എന്തോ സാധനം വാങ്ങിക്കൊണ്ടോ നേരം പറഞ്ഞു ഞാൻ തരട്ടോ പൈസ എന്ന്. ചെറിയ പൈസ ആയപ്പോൾ ചോദിക്കാൻ ഒരു മടി. അങ്ങനെയാ, ഒരു 10 റുപ്യ ഒന്നും ആരും ചോദിക്കൂല. ഞാനൊക്കെ എന്നോട് ഒരു 10 റുപ്യ 1 റുപ്യ ഒരാൾ ചോദിച്ചാ കട എന്ന് പറഞ്ഞാൽ പറയും ഞാൻ ചോദിക്കട്ടോ, 1 റുപ്യ ആണെങ്കിലും വിഷമം വിചാരിക്കരുത്. കാരണം 1 റുപ്യന്റെ പേരിൽ എന്റെ കബറിൽ ഈ തളച്ച ശരീരമായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എത്ര ആളുകളാ കടം വാങ്ങി പറ്റിക്കുന്നത്, എത്ര പേരാ കടം വാങ്ങി മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്നത്. കടം കൊടുത്തോനിപ്പം തലയും കുമ്പിട്ട് നടക്കുക. കാരണം ചോദിച്ചതിന്റെ പേരിൽ കുറ്റം. അവധി 1 പറഞ്ഞു, അവധി 2 പറഞ്ഞു, 3ാമത്തെ അവധിക്ക് അവനോട് ചോദിച്ചപ്പം തിരിച്ചു പറയാ എന്റെ ഒരു പൈസ ഞാൻ അങ്ങനെ നാട് വിടുന്നൊന്നുമില്ല, തരാ. കൊടുത്തോൻ വടിയും കടിച്ചിട്ട് പല്ലും കടിച്ച് സങ്കടപ്പെട്ട് നടക്കുക. ഓൻ കിട്ടുന്ന ദിവസത്തെ അടിപൊളിക്ക് വേണ്ടിയിട്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് ജോറായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലേ കടം വീട്ടാതെ അവനവന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും ഹലാലല്ല എന്ന് പഠിപ്പിച്ച മതമായി ഇസ്ലാം. ആ കടം വീട്ടിങ്ങളാദ്യം, അല്ലെങ്കിൽ കടം തന്നവനോട് പോയിട്ട് വിധേയത്തോടെ പറയണം ഈ നീട്ടിത്തരണം, എനിക്ക് കുറച്ച് എന്റെ ഇല്ലാഞ്ഞിട്ടാ, ഇനി എനിക്ക് അർജന്റ് ആണെങ്കിൽ കുറച്ചെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാ. ഇതൊക്കെയാ മര്യാദ.